ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ATM-ലേക്കാണ്. ഇപ്പം എന്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോൾ ഞാനിത് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല, വെറും 2 ദിവസത്തെയാണ്. അങ്ങനെ ഞാനിതാ ATM-ലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ്. ഞാൻ അതിൽ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ എൻ്റെ നിന്ന് പൈസ പോണതും എനിക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റേ എൻ്റെ വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മൈരന്മാർ ഇത് കയറിയിരിക്കുന്നുണ്ട്. അവിടുത്തെ എനിക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ATM-ലേക്കാണ്. ഇപ്പം എന്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോൾ ഞാനിത് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല, വെറും 2 ദിവസത്തെയാണ്. അങ്ങനെ ഞാനിതാ ATM-ലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. വയനാടൻ വ്ളോഗ്സ് ഞാൻ അത്യാവശ്യം അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിക്ക് അത്യാവശ്യം എന്താ ഈ വയനാട് കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് വയനാട്. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട് ആ സ്ഥലത്ത്, 2 വട്ടം. ഓക്കെ, എനിക്ക് ഭയങ്കര ഫേവററ്റ് സ്ഥലമാണ്. അപ്പം ഇതുപോലെ വ്ളോഗേഴ്സിൻ്റെയും പിന്നെ എന്താ പറയണ്ടേ കുറേ ആൾക്കാരുടെയൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വയനാടെന്ന് വെച്ചാൽ ഭയങ്കര ഇനിയും പോകണം. എനിക്കൊരു നിധിയുണ്ട് അവിടെ. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പം പിന്നെയും സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ആപ്പ് ഗെയിം അത് തന്നെ അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ഇത് ഇവിടെ ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സെയിം സാധനം തന്നെയാണ് മൺലു ഫാമിലിയും ചെയ്തത്. ഇവർ പിന്നെ നല്ല കട്ട ഫ്രണ്ട്സും കാര്യങ്ങളാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നല്ലൊരു ഫ്രണ്ട്സൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ വയനാടൻ വ്ളോഗ്സിലെ ചേട്ടന് 2 ദിവസം കൊണ്ട് ഇത്ര രൂപ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ വെച്ച് തരാം. ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? 1,55,374 രൂപ. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഞാനൊരു 10,000 രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ. ഒന്നുമല്ല, പേഴ്സിൽ കുറച്ച് പൈസ വെക്കണം തോന്നി. അങ്ങനെ നേരെ എൻ്റെ പേഴ്സിലേക്ക് വെച്ചു. ഇപ്പം നിങ്ങൾ അങ്ങനെ 1,55,374 രൂപ അക്കൗണ്ടിലുണ്ട്. 2 ദിവസം കൊണ്ട് ഗെയിം കളിച്ചുണ്ടാക്കിയതാ പാവം. പിന്നെ എന്താ പറയണ്ടേ, പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി അത് 10,000 രൂപയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കാണാം. വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന്. എന്നാ കേട്ടോ, വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. അതിന് വേണ്ടി ബയോയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഗെയിമിന്റെ. അതിനുശേഷം നേരെ ഫോൺ നമ്പറും പാസ്വേഡൊക്കെ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കേണ്ടത്. ഇതിൽ നമ്മൾ ബിഗ് ആണോ സ്മോൾ ആണോ അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. ഞാനിതാ ബിഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഞാനിതാ 1000 രൂപ ഇടുന്നുണ്ട്. ഞാൻ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ, അതായത് എന്റെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ, അതായത് ബിഗ് വന്നാൽ ഞാൻ ഇട്ടതിന്റെ ഇരട്ടി പൈസ എനിക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ നോക്കാം നമുക്ക്. കണ്ടില്ലേ, 1,960 എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഇതുപോലെ കളിച്ചുണ്ടാക്കിയ പൈസ അങ്ങനെ 1,900 രൂപ തിരിച്ചു കിട്ടി. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ഗെയിമിൻ്റെ, കാരണം ഇപ്പം എല്ലാ ഫാമിലി വ്ളോഗേഴ്സ് മൊത്തം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇല്ല പണ്ടത്തെ മഹാഭാരത ഒരു സംഭവം ഉണ്ടല്ലോ, ചൂത് കളിച്ച് അവസാനം ഉള്ളതും കൂടെ എടുത്ത് കൊടുക്കേണ്ടി വന്നു. ആ ഒരു അവസ്ഥയാവരുത്. കാരണം ഈ പറയുന്ന കുറേ ഗെയിമുകൾ ഉണ്ടായിരുന്നു ഇതുപോലെ വന്ന് ചിലവരൊക്കെ പണയം വെച്ചിട്ട് വരെ ആദ്യമൊക്കെ കിട്ടുമോടാ, ആദ്യം 10, 20, 50, 40 ഒക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, കുറച്ചും കൂടെ പൈസ കയറ്റി വെച്ച്, ഞാൻ പറഞ്ഞില്ല എന്നൊരു പയ്യൻ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചില്ലേ, അവൻ ആദ്യം 300, 400 ഒക്കെ വന്നിട്ട് അവൻ ഒറ്റയടിക്കത് വെച്ചപ്പോൾ അതെല്ലാം ലോസായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ അവർക്ക് അവരുടെ കമ്മീഷനും കിട്ടും, എല്ലാം കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ആപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ച് അവരുടെയും പൈസ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൈസയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. എന്നാലും ബാക്കിയും കൂടെ ഒന്ന് കാണാം. ഇതിന്റെ ഇരട്ടി പൈസ എനിക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ നോക്കാം നമുക്ക്. കണ്ടില്ലേ, 1,960 എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഇതുപോലെ കളിച്ചുണ്ടാക്കിയ പൈസയാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. കംപ്ലീറ്റഡ് എനിക്ക് 20,000 രാവിലെ കയറി. ഇനി ഒരു 40,000 രൂപ കയറാനുണ്ട്. താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ കാണാൻ 40, 50 കണ്ടില്ലേ. പക്ഷേ ഇതിൽ നഷ്ടവും ലാഭവും ഉണ്ടാവും കേട്ടോ. കാരണം ഗെയിമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം കളിക്കുക. ഇനി ഗെയിമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഇപ്പം പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ചാനൽ അത് പണി കിട്ടും, അത് സത്യം പറഞ്ഞല്ല. ഇവരെന്തുവാ ചെയ്ത് കൂട്ടുന്ന അറിയത്തില്ല. അപ്പോൾ പിന്നെ ഇൻസ്റ്റേ വന്നിട്ട് ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ടെലിഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കോ കാര്യങ്ങളോ കൊടുത്തിട്ട് അതിൽ കയറുമ്പോൾ ഇവർ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പിന്നെ അതിനകത്തൊക്കെ പറയുന്നുണ്ട്, ആപ്പിനകത്ത് ഒന്നും മീൻസ് ഇപ്പം നമ്മൾ ഈ കണ്ട വീഡിയോക്കകത്തൊന്നും പറയത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും പോകത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ സംസാരിക്കത്തൊന്നുമില്ല. പക്ഷെ അതിനകത്ത് പറയും നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങൾ എടുക്കുന്ന പോലെ ഇരിക്കും, നിങ്ങൾ പൈസ മുടക്കം കിട്ടും പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ട് പ്രതീക്ഷിച്ച് ഓരോരുത്തന്മാരെ ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ ആദ്യം 5 വെക്കും, 10 വെക്കും, പിന്നെ ലക്ഷങ്ങൾ വെക്കാൻ നോക്കും. ഉള്ളതേ പോകത്തുള്ളൂ. ഞാൻ ഇനി ഈ ഫാമിലി വ്ളോഗേഴ്സിനോടേക്ക് എന്നേ പറയാനുള്ളൂ, ഈ പരിപാടി നിർത്ത്. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷനായിട്ട് ഇറങ്ങുക. ഇതാകുമ്പോൾ
ഉള്ളവരെല്ലാം വിറ്റ് എന്താ പറയണ്ടേ മുടിപ്പിക്കുവന്മാർ. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ മിക്ക ആൾക്കാർ ഇത് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാം, ദയവ് ചെയ്ത് ഈ ഒരു ഇത് വേണ്ട സത്യത്തിൽ. പിന്നെ മല്ലു ഫാമിലിയുടെ ഞാൻ പറയില്ലേ, ഇന്നലെ 2 ദിവസം കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ ഗ്രൂപ്പിന് ഒരു വോയിസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കേട്ട് നോക്കാം. Hey guys, ഈ ഒരു ഗെയിമിനെ പറ്റി കുറേ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാനും കണ്ടു ഗൈസ്. ഞാനിത് അന്നേരം രാത്രി ഇരുന്ന് കണ്ട് പറഞ്ഞു വിചാരിച്ചു. പിന്നെ എൻ്റെ ഇന്ന് രാത്രി പടത്തിനൊക്കെ പോകുന്ന കുറച്ച് സ്വീപ്പായി പോയി. ഇതിലെല്ലാവരും ഞാൻ എല്ലാ വോയിസിലും ഞാനിടുന്ന എല്ലാ വോയിസുകളും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം പൈസയാണ് ഓൺ റിസ്കിൽ കളിക്കുക എന്ന് ഞാൻ എല്ലാ വോയിസിലും ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊമോഷന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമല്ല ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ മാത്രം വെച്ചിട്ട് എന്തിനാ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, അതെന്തിനാ എന്നെ മാത്രം വെച്ച് ചെയ്യണമെന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഒരു സംഗതി ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബെറ്റിംഗ് ഗെയിമിന്റെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതെന്ന് എനിക്ക് പേയ്മെന്റ് കളിച്ച് എനിക്ക് കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെ പറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇതിന് പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇപ്പം ഇതിൽ തന്നെ ഞാൻ 2-3-4 വീഡിയോസും വോയിസും സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഫേക്കാണ്. അത് പിന്നെ കുറ്റം പങ്കുവെക്കാൻ അറിയില്ല ഗൈസ്, കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കാം. ഒരു കുറ്റം പറയട്ടെ, നമുക്ക് വിഷയമല്ല ഒന്നും. അപ്പോൾ എന്തായാലും കളിക്കുന്ന ആൾക്കാരത് ഞാൻ വീണ്ടും പറയണേ, സൂക്ഷിച്ച് കളിക്കുക, നിങ്ങളുടെ സ്വന്തം പൈസയാണ്. എന്തെങ്കിലും പോയാലും കിട്ടിയാലും അതൊക്കെ നിങ്ങൾക്കുള്ള തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, എന്തായാലും ഓക്കെ, സൂക്ഷിച്ച് കളിക്കുക. ഞാനൊരു പോളിംഗ് കേട്ടോ, കളിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. കാരണം പോകുന്ന നമ്മുടെ പൈസ, അവൻ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് കുറെ എണ്ണം ഉണ്ട്. ഇവരുടെ തന്നെ വിഷു കൈനീട്ടത്തിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫാമിലിയുടെ വിഷുവിന്റെ ആണെങ്കിലും ഡിവോഴ്സിന്റെ കഥകളാണെങ്കിലും ഓക്കെ. പിന്നെ വേറെ ഒരു വോയിസും കൂടെ പറയുന്നുണ്ട്, ഇതിനകത്ത് നമ്മളെ തെറി വിളിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു, ഒന്ന് കേൾപ്പിക്കാം. ആളുകൾക്ക് ഞാൻ ഇതിലിടുന്ന വോയിസുകളും ഇതിലുള്ള ഒരുപാട് വോയിസ് ഇട്ടിട്ടുണ്ട്. ആ വോയിസുകളെല്ലാം ഞാൻ ഒട്ടുമിക്ക വോയിസുകൾ ഞാൻ പറയുന്നുണ്ട്, സ്വന്തം റിസ്കിൽ കളിക്കുക, സ്വന്തം റിസ്കിൽ കളിക്കുക. എൻ്റെ നിന്ന് ഇഷ്ടംപോലെ പൈസ പോയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ എൻ്റെ നിന്ന് പൈസ പോണതും എനിക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റേ എൻ്റെ വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മൈരന്മാർ ഇത് കയറിയിരിക്കുന്നുണ്ട്. അവിടുത്തെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. മക്കളെ ഞങ്ങൾ പോയിട്ട് ഈ വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ഇടും. അതുപോലെ തന്നെ മല്ലു ഫാമിലി സുജിൻ അവൻ വാട്സപ്പ് ചാനൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് തമ്പലേനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്തിരിക്കേണ്ട ചില ആൾക്കാർ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോസ് പോയി ഇതാക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അവരുടെ അടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പോയി കണ്ടന്റ് ആക്കട്ടെ ഗൈസ്. എന്തായാലും അവർക്കും അവരെ എന്നെ വെച്ചിട്ടെങ്കിലും ഒരു മാസത്തെ അരി അവർ വാങ്ങട്ടെ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, നടക്കട്ടെ, സൂക്ഷിച്ച് കളിക്കുക, സ്വന്തം റിസ്കിൽ. അണ്ണനെ വെച്ച് അരി. എൻ്റെ പൊന്നണ്ണ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജനങ്ങള്, അതായത് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ ഇതുകൊണ്ടല്ലേ നിങ്ങൾ ഈ അന്നം മേടിക്കുന്നത്, എന്നിട്ട് അവർക്ക് ഇതും കൊടുക്കുന്നു. രണ്ടും കൂടെ വേണ്ട സത്യത്തില്ല, നിങ്ങൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങളുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനുള്ളത് ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട്, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ കാരണം ഞങ്ങൾ അരി മേടിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങൾക്ക് അന്നം തന്ന എന്താ രാജാവിന് പ്രണാമ. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാ പിള്ള ചമയണം, കുറച്ചൊക്കെ വേണം. പക്ഷേ എന്തായാലും ദൈവം കാണുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഇത്, ഇപ്പം വയനാടൻ വ്ളോഗ്സിനോടാണെങ്കിലും എന്താ പറയണ്ടേ, മല്ലുവിനോടാണെങ്കിലും എനിക്ക് വയനാടൻ വ്ളോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അവരെ കാണും. പക്ഷെ മിക്കയിടത്തും എല്ലാവരും നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഈ വയനാട്ടിലെ ഈ ദുരന്തം വന്ന സമയത്ത് ഇവൻ എന്ത് തേങ്ങ ചെയ്തു, ഇവനതിനെക്കുറിച്ചൊന്നും വീഡിയോ പോലും ചെയ്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി കൊണ്ടുവരാതിരിക്കുക, ഇതുപോലുള്ള, കാരണം പൈസ പോകും ബ്രോ, അതുകൊണ്ട് പറയുന്നതാണ് സത്യത്തിൽ. ഇനി ആവർത്തിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ കണ്ടറിയാം എന്തൊക്കെയാണ്. നമ്മളിതുപോലെ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പറയും, അതാണ് സത്യത്തിൽ. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സാണ് സത്യത്തിൽ ഈ കാട്ടിക്കൂട്ടുന്നതല്ല പ്രമോഷനും, അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ്, അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയണ്ടേ, ഇന്ന് അച്ഛനെ തല്ലുന്നു, നാളെ എന്താ പറയണ്ടേ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു, പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു, എന്തോ പറയാനാന്ന് പറഞ്ഞ സത്യത്തിലോ. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. എന്തായാലും അന്നദാതാവിന് ഒരു വട്ടം കൂടെ ഇത്